നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ആദ്യമായി ദുബായിലെത്തിയപ്പോൾ കോട്ട് തുന്നിച്ച ഒരു മലയാളിയുണ്ട്. മമ്മൂക്കയുടെ അളവെല്ലാം എടുത്ത് കോട്ട് തുന്നിക്കൊടുത്ത് സന്തോഷത്തോടു കൂടി ചിരിച്ച ഒരു മലയാളി, തൃശ്ശൂർ സ്വദേശി മോഹനേട്ടൻ. അദ്ദേഹത്തെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ടൈലർ ഷോപ്പ്. 1987 മോഹനേട്ടൻ ആദ്യമായി മമ്മൂക്കയ്ക്ക് അളവെടുത്തിട്ട് ഒരു കോട്ട് തുന്നിച്ചു കൊടുക്കുന്നത്. ആ മോഹനേട്ടനാണ് ഇത്. തൃശ്ശൂർ സ്വദേശിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇതാണ് നമ്മൾ പറഞ്ഞ മോഹനേട്ടൻ. 1987 എന്തായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? ഇന്ന് ഷോപ്പിലേക്ക് ഞങ്ങള് മമ്മൂട്ടിയുടെ കൂട്ടുകാരൻ മുഖേനയാണ് അവിടേക്ക് വരുന്നത്, നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. മമ്മൂട്ടിയുടെ കൂട്ടുകാരൻ പോൾ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഞങ്ങളൊരു 2-3 സുഹൃത്ത് തയ്ച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം അത് ഇട്ട് നോക്കാനും കൂടിയിട്ട് വരുമ്പോൾ മമ്മൂട്ടിനെ കൊണ്ടുവരികയാണ് കടയിൽ. വന്നപ്പോൾ ഞങ്ങളൊരു സൂട്ട് ആൾക്കും തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വന്ന നിലയ്ക്ക് സൂട്ടൊക്കെ അളവൊക്കെ എടുത്ത് ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. അളവൊക്കെ എടുക്കുമ്പോൾ നല്ല ചിരിയോട് കൂടിയിട്ടുള്ള ഫോട്ടോ ആൾക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അളവൊക്കെ എടുക്കുമ്പോൾ ആൾക്കാരൊന്ന് എപ്പോഴേക്കും അറിഞ്ഞു. കടയുടെ ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടേ അറിഞ്ഞോരൊക്കെ വരില്ലേ. അല്ലെങ്കിൽ കടയുടെ ഉള്ളിൽ ആൾക്കാർ അറിഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അളവെടുക്കുമ്പോൾ ആൾക്ക് എന്തോ ഒരു ഇത് വിറ്റ് അടിച്ചു പോയില്ലേ. അപ്പോഴാണ് ചിരി വന്നത് ഞങ്ങൾക്ക്. അതാണ് സംഭവം. എന്നിട്ട് ആ കോട്ട് മമ്മൂക്കട്ട് സിനിമയിൽ കണ്ടോ? സിനിമ ഞാൻ കണ്ടു. 1-2 സിനിമയിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മളത്ര ഏതാ സിനിമ കണ്ടു അത് ഞാൻ തയ്ച്ചാണെന്ന് എനിക്കറിയാം. കാരണം ആ കളറും 3 പീസ് സൂട്ടായിരുന്നു. എന്തായിരുന്നു ആ കോട്ടിന്റെ ഒരു പ്രത്യേകത? അതായത് കോട്ടും ഉണ്ടാവും, ജാക്കറ്റ് ഉള്ളിലിടും. അത് ഇങ്ങനെ പോണായിട്ടുള്ള ജാക്കറ്റ്, അതാണ് 3 പീസ് എന്ന് പറയുന്നത്. 3 പീസ് അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ കോട്ട് ഇടും. പിന്നെ പാന്റ് അത് സെയിം കളറിൽ ഒറ്റ കളറിലായിരിക്കും 3 നല്ല രസമാണ്. നല്ല ആൾക്കത് കൊണ്ട് ഇട്ടപ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. ആൾക്ക് വളരെ സ്വന്തം. അയാൾ പറഞ്ഞു പെർഫെക്റ്റ് ആണ്, വളരെ നല്ലതാണ്, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സെക്കൻഡ് ഒക്കെ തന്നിട്ട് പോയതാണ്. അന്ന് ആരാ ഫോട്ടോ എടുത്തത്? എങ്ങനെയായിരുന്നു? ഞാൻ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ നമ്മുടെ അന്നത്തെ ആ സിറ്റുവേഷനിൽ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ വെളിയിൽ നിന്ന് ആരോ കണ്ടുവന്നിട്ട് അവർ ഓടി വന്നിട്ട് ഫോട്ടോ എടുത്താണ്. ആ ഫോട്ടോ ഞങ്ങൾക്ക് അവർ തന്നതാണ്. അല്ലേ. പിന്നെ വീഡിയോ ഞാൻ അപ്പോഴേക്കും വീഡിയോ ക്യാമറ വർത്തിച്ചു വീഡിയോ. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാൻ അറിയില്ല. മമ്മൂക്ക തന്നെയാണ് അത് ശരിയാക്കിയിട്ട് തന്നിട്ട് ഞങ്ങൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും സൂക്ഷിച്ചില്ല അന്നത്തെ കാലത്ത്. മമ്മൂക്ക് ക്യാമറ ഒരു ആൾക്ക് നല്ല ഇതാണ്. ആള് റെഡിയാക്കി തന്നു. ഇതെങ്ങനെ പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുത്തു. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. മമ്മൂക്കാനെ പിന്നെ കണ്ടിരുന്നോ? പിന്നെ ഞാൻ 2 പ്രാവശ്യം കണ്ടു. അതായത് ഒന്ന് ഹോട്ടലിൽ വെച്ചിട്ട് പോയി കണ്ടു. പിന്നെ പോയപ്പോൾ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു മോഹൻലാലിനെ കണ്ടു. മോഹൻലാലിനൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും മമ്മൂക്ക വന്നു. അപ്പോഴേക്കും പുറത്തുനിന്ന് വെളിയിൽ നിന്ന് വന്നു. തൃശ്ശൂർ സ്വദേശിയാണല്ലേ? ഇവിടെ തൃശ്ശൂർ തെപ്രയാറ് പെരുങ്ങോട്ടൂരാണ് എൻ്റെ സ്ഥലം. എങ്ങനെ ദുബായിലെത്തുന്നത്? ദുബായിൽ ഞാൻ ബോംബെന്ന് റിക്രൂട്ട്മെന്റ് ആയി മുഖേന വന്നതാണ്. ബോംബെയിലായിരുന്നു. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മധ്യപ്രദേശ്, ബിലായി ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ബോംബെ ഒക്കെ വന്ന് ബോംബെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. 79 എവിടെ വരുന്നത്? 79 ദുബായിൽ ആദ്യമായിട്ട്. ആ കൊല്ലം തന്നെ ഇവിടെ ഷോർട്ടാകുന്നു ഈ ഷോപ്പ്. ആദ്യം വേറെ ഇതിലേക്ക് വന്നത്. 79 ഇവിടെ വന്നു, ഇത് ഓപ്പൺ ചെയ്തു. പിന്നീടാണ് അങ്ങോട്ട് അപ്പുറത്തെ ഷോപ്പിൽ വെച്ചിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. അവിടെ മമ്മൂക്ക മാത്രല്ല, വേറെ കുറെ ആൾക്കാരുടെ കൂടെ ഫോട്ടോ ഇവിടെ. പിന്നീട് ഇവിടെ ഇന്ദ്രൻസ് വരാറുണ്ട്, മാമുക്കോയ വരാറുണ്ട്. മാമുക്കോയ ഇന്ദ്രൻസ് ഒക്കെ നല്ല ഇതാണ്. പിന്നെ പലരും വരും. ജഗദീഷ് വന്നു, മുകേഷ് വന്നിട്ടുണ്ട്. ഈ ഇന്ദ്രൻസും അതേപോലെ തന്നെ മാമുക്കോയ അവരുടെ കൂടെ റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് ഞങ്ങളെ സ്നേഹം, ഭയങ്കര അടുപ്പ. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളും ഈ ഇന്ദ്രൻസിന്റെ നാട്ടുകാരനാണ്. അങ്ങനെ അതും കൂടി പരിചയമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പരിചയമായപ്പോൾ പിന്നെ വളരെ സ്നേഹമായി. പിന്നെ കാലത്ത് വന്ന് വീട്ടിലൊക്കെ വന്നിരുന്നു, വർത്തനൊക്കെ പറഞ്ഞു. പ്രോഗ്രാമുള്ളതിനാണല്ലോ വരുന്നത്. ആ കുറച്ച് നേരത്തെ ഒഴിവിന് ഇവിടെ വന്ന് ഞങ്ങളെ കണ്ടിട്ട് പോകും. ഏതായാലും ഇനിയിപ്പോ ഒരു വലിയ ആഗ്രഹം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ദ്രൻസ് ഫോണൊക്കെ ചെയ്യാറുണ്ട്. നാട്ടിൽ എനിക്ക് ഫോണൊക്കെ ചെയ്യും നാട്ടിലേക്ക്. ഇപ്പൊ ഇന്നാൾ കൊച്ചിയിൽ നിന്ന് അവർ എന്തായാലും മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ, 2 മാസം മുന്നേ. അപ്പൊ അവിടെ നിന്ന് ഫോൺ വന്നു. പിന്നെ ഇന്ദ്രൻസ് ഇവിടെ ഉണ്ട്, സംസാരിച്ചു. അപ്പൊ എന്തൊക്കെയാണ് അണ്ണാ വിശേഷം എന്നൊക്കെ ചോദിക്കാറ്.
സ്വീകരിക്കുന്നു എന്നൊക്കെ പറയും. ജഗദീഷിന്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ജഗദീഷ് ഇവിടെ വന്നതാണ്. വന്നപ്പോൾ ആൾക്ക് ഷർട്ടൊക്കെ തയ്ച്ചു കൊടുത്തു ഞങ്ങള്. മുകേഷിനും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ജഗദീഷിന് എന്താ പോലീസ് വേഷം എന്തായിരുന്നു? അത് ഡ്രസ്സ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാ. അവരുടെ പ്രോഗ്രാം ഇവിടെ വന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്താ പെട്ടെന്ന് ചേഞ്ചിങ് വന്നപ്പോൾ ഡ്രസ്സ് ഞങ്ങൾ തയ്ച്ചു കൊടുത്തു. നമുക്കതൊന്നും കൂടെ കാണുന്ന ആഗ്രഹം കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ആളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. വന്നാൽ കാണണം. മോഹനേട്ടന് മാത്രമല്ല, മോഹനേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ കൂടി നമുക്ക് പരിചയപ്പെടാം. എന്റെ പേരെന്താ? എൻ്റെ പേര് സുനിൽ. എവിടെ സുനിൽ? നാട്ടില് കുന്നംകുളം. തൃശ്ശൂർ സ്വദേശി തന്നെ. അതെ അതെ. ആ മോഹനേട്ടൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു മോഹനേട്ടന്റെ ജീവിതത്തെ കുറിച്ചും സിനിമാ താരങ്ങളെ കണ്ടതിനെ കുറിച്ചൊക്കെ. ഓക്കെ. മോനേട്ടൻ്റെ ഒപ്പം ഞാൻ ഒരു 10-25 വർഷത്തോളമായി. ഇപ്പോൾ എല്ലാം 22-23 വർഷമായി. ഞാൻ 93 വന്നിട്ടുള്ള ആളാണ്. ശരി. ഞാൻ ഈ ഫോട്ടോ കാണുമ്പോഴാണ് ആള് പുലിയാണെന്ന് മനസ്സിലാവുന്നത്. ആള് പുലി തന്നെയാണ്. നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി മോഹനേട്ടൻ? നമ്മള് പുതിയ ആൾക്കാരാണല്ലോ, നമ്മൾ അധികം ആയിട്ടില്ല. ആള് പറഞ്ഞോട്ട് 10-40 വർഷമായല്ലോ. നമ്മളൊരു 12 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുന്നേ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. മോഹനേട്ടന്റെ ഹൈലൈറ്റ് ആ താടിയും ചിരിയാണല്ലേ? അതൊക്കെ ഇപ്പൊ വെച്ചേക്കണതാ. ഇതാണ് മോഹനേട്ടന്റെയും കൂട്ടുകാരുടെയും ലോകം. ദുബായ് കിസൈസിലെ ഷെയ്ഖ് കോളനിയിൽ മുഹമ്മദ് മയൂഖ് ടൈലറിംഗ്, അവിടെയാണ് മോഹനേട്ടൻ ഉള്ളത്. സ്വാഭാവികമായും ഒരു വലിയ ആഗ്രഹം ഉണ്ടാകും ഇനിയിപ്പോൾ മമ്മൂക്കാനെ ഒന്ന് കാണണമെന്ന്, അല്ലെ? തീർച്ചയായും തീർച്ചയായും. കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ? കണ്ടു കഴിഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കാന്നല്ലാതെ എന്താണ്. കണ്ടതിൽ വളരെയധികം സന്തോഷം എന്ന് പറയാം. ഈ ആഗ്രഹം നടക്കട്ടെ. മമ്മൂക്ക എപ്പോഴെങ്കിലും ദുബായിൽ വരുന്ന സമയത്ത് കാണാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.